നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലയിടത്തും സ്വവർഗാനുരാഗം നിയമവിരുദ്ധമാണ്. പല ആളുകളും ഇത്തരത്തിൽ ഏർപ്പെടുന്നവരെയെല്ലാം തന്നെ ആട്ടിയോടിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ആക്രമണവും പല ഭാഗങ്ങളിലും സംഭവിക്കാറുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ഗാസയിലും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ തടവുകാരെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സ്വവർഗാനുരാഗികളായ സ്വന്തം അംഗങ്ങളെ ഹമാസ് വധിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇവരെ ക്രൂരമായി ഉപദ്രവിച്ചതിനു ശേഷം വധിച്ചതായാണ് ഹമാസിന്റെ രഹസ്യരേഖകൾ പുറത്തുവന്നതിൽ വ്യക്തമാക്കുന്നത്. 2023 ഒക്ടോബറിലെ ആക്രമണത്തിനിടെ തടവിലാക്കിയ നിരവധി ഇസ്രായേലി പുരുഷന്മാരെ അനേക ഹമാസ് അംഗങ്ങൾ ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ധാർമ്മികത പാലിക്കാതെ സ്വർഗരതിയിൽ ഏർപ്പെട്ട നിരവധി അംഗങ്ങളുടെ പട്ടിക ഹമാസിന്റെ പക്കൽ ഉണ്ടായിരുന്നതായും അതിന് കനത്ത വിലയാണ് അവർക്ക് നൽകേണ്ടി വന്നതെന്നും ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. സ്വർഗാനുരാഗം ഗാസയിൽ നിയമവിരുദ്ധമാണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് തടവ് ശിക്ഷയോ വധശിക്ഷയോ ആണ് ലഭിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 94 അംഗങ്ങളുടെ പട്ടികയാണ് ഹമാസിന്റെ പക്കലുണ്ടായിരുന്നത്. സ്വർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു, നിയമപരമായ ബന്ധമില്ലാതെ പെൺകുട്ടികളുമായി സല്ലപിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ദൈവത്തെ ശപിച്ചു, ഫേസ്ബുക്കിലൂടെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ ആരോപണങ്ങളും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സ്വന്തം അംഗങ്ങളെ വധിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല. 2016 സ്വർഗാനുരാഗി എന്ന് ചൂണ്ടിക്കാട്ടി ഹമാസ് കമാൻഡർ മഹ്മൂദ് ഇഷ്ടിവിയെ വധിച്ചിരുന്നു. 1 വർഷത്തോളം തടവിലാക്കി ക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷമാണ് ഹമാസ് ഇഷ്ടിവിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ആദ്യം കൊണ്ടുവന്ന ചില മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഈ രാജ്യത്ത് ആണും പെണ്ണും മാത്രം മതി, മറ്റുള്ള വിഭാഗത്തിലുള്ളവർ ഇവിടെ അമേരിക്കയിൽ വേണ്ട എന്നുള്ളത്. അതിനെതിരെയും സമ്മിശ്ര പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ചിലർ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചിലർ അതിനെ എതിർക്കുന്നതും കാണാമായിരുന്നു. ഇന്നും കൂടി അതിന്റെ ഭാഗമായ ഒരു മാറ്റം ട്രംപ് കൊണ്ടുവന്നു. അതായത് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും ഞങ്ങൾ പുരുഷന്മാരെ അനുവദിക്കില്ല. ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാനും സർക്കാർ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതാണ് ഉത്തരവ്. ട്രാൻസ്ജെൻഡറുകൾ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അപകടപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും നിശബ്ദരാക്കുന്നതിനും അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുമെന്നും ഉത്തരവിൽ ട്രംപ് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്.